കിലോ ബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം. യൂറോടെക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും. കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9995004661. ബോളിവുഡിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ധർമ്മേന്ദ്ര അന്തരിച്ചു. മുംബൈയിലെ വസതിയിൽ വെച്ചാണ് വിയോഗം. കഴിഞ്ഞയാഴ്ച ധർമ്മേന്ദ്രയുടെ നില വഷളായതിനെ തുടർന്ന് ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ സിനിമാ മേഖലയാകെ ആശങ്കയിലായി. മക്കൾ ഈ വാർത്തകൾ തള്ളി. റാണാജിത്ത് എത്തിയിരുന്നു. ഇപ്പോഴിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടുകൊണ്ട് കരൺ ജോഹർ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടന്റെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് മക്കളായ ബോബി ഡിയോൾ, സണ്ണി ഡിയോൾ, ഇഷ ഡിയോൾ എന്നിവർ ഇടയ്ക്കിടെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഷാരൂഖ് ഖാൻ, മകൻ ആര്യൻ, സൽമാൻ ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി ബോളിവുഡ് താരങ്ങൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. നടൻ, നിർമ്മാതാവ്, മുൻ ലോകസഭാ അംഗം എന്നീ നിലകളിൽ പ്രശസ്തനായ നടനാണ് ധർമ്മേന്ദ്ര. 1960-ൽ ദിൽ ഭി തേരാ ഹം ഭി തേരാ എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ഷോലെ, ധരംവീർ, ചുപ്കെ ചുപ്കെ, ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങൾ ധർമ്മേന്ദ്രയെ പ്രശസ്തനാക്കി. 2004 മുതൽ 2009 വരെ രാജസ്ഥാനിലെ ബിക്കാനേറിൽ നിന്നും BJP ടിക്കറ്റിൽ MP ആയിരുന്നു. ധർമ്മേന്ദ്ര ഒടുവിൽ അഭിനയിച്ച 21 എന്ന ചിത്രം ഡിസംബർ 25-ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. നടി ഹേമ മാലിനിയാണ് ധർമ്മേന്ദ്രയുടെ ഭാര്യ. പ്രകാശ് കൗർ ആദ്യ ഭാര്യയാണ്. ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഇഷ ഡിയോൾ എന്നിവരുൾപ്പെടെ 6 മക്കളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.